വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ടെ എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ പേര് സിനാൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സംഭവം കേട്ടോ, പൊളിയാണ്. അതായത് ഒരു ഫിഷ് ഗണ്ണാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ PVC പൈപ്പാണ്. ഇനി വേറൊന്നും പറയാനില്ല. അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കി നോക്കട്ടെ എന്നാൽ. അപ്പോൾ നമുക്ക് നമ്മളെ പണി തുടങ്ങട്ടെ. അപ്പോൾ അതിന് ഞാൻ അതുപോലത്തെ PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും സൈഡിൽ നിന്ന് ഒരു മൂലക്കിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് ഒരു ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചൂടാക്കിയിട്ട് പപ്പടക്കോലൊക്കെ ചൂടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. നമ്മളിത് സോൾഡറിങ്ങാണ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പപ്പടക്കോലൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് ഇതിലേക്ക് ട്രിഗർ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രിഗർ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു പൈപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നീ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ട്രിഗറിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ കട്ട് ചെയ്തൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അപ്പം എന്നെക്കാളും നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ചെറിയ ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് എങ്ങനെയാണ് നമ്മളിത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സംഭവത്തിലല്ല നമ്മൾ ഫിറ്റ് ചെയ്യണം, അതായത് തിരിച്ചാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വോയിസ് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അത് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് 2 ഹോൾ ഇട്ട് കൊടുക്കണം. അതായത് നമ്മുടെ ട്രിഗർ ഫിറ്റ് ചെയ്യാനാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ഹോൾ ഇട്ട ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് 2 ഹോൾ ഇട്ട് കൊടുക്കുക. അതായത് രണ്ടും സ്ക്രൂ കടന്നു പോകാൻ പാകത്തിന് മാത്രം ഇട്ടാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ട്രിഗറിലും പേര് കാണുന്ന ഷേപ്പിൽ 2 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഹോളിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രൂ കടന്നു പോകാൻ പാകത്തിന് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മൾ ഹോളൊക്കെ ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ സ്ക്രൂ വെച്ചിട്ട് നമ്മളെ ട്രിഗർ ഇതിലേക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ഷേപ്പിലാണ് വെക്കേണ്ടതെന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. അതായത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ഉറപ്പാണ്. അതെന്തായാലും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നേരെ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ വെക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളെ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മളെ ട്രിഗർ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നതാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കൈയൊക്കെ മറയണ്ടല്ലേ. അപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ ഇട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ ട്രിഗർ നമ്മൾ സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ ഫിറ്റ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഫിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രിഗർ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതൊക്കെ മനസ്സിലായല്ലോ അല്ലേ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇനി മറ്റേ ഹോളിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് ആ ഒരു ട്രിഗർ വെച്ച ആ ഒരു സ്ക്രൂവിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ട്രിഗർ നമ്മൾ ചലിപ്പിക്കുമ്പോൾ ഒന്നും ആവാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ അടുത്തത് ആയിട്ട് ഇതുപോലെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബലല്ല കമ്പി എടുക്കുക, പെട്ടെന്ന് വളയാത്ത കമ്പി എടുക്കട്ടോ. ഇനി അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മടക്കി കൊടുക്കാനുള്ള രൂപമൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതായത് ഞാൻ എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നീളമൊക്കെ എങ്ങനെയാണെന്നുള്ള വഴിയെ മനസ്സിലായിക്കോളും നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു വശം നമ്മൾ നന്നായിട്ട് വലുതാക്കിയിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ. ഓക്കെ, ഒരു വശം നല്ല വലുപ്പത്തിലും ഒരു വശം നമ്മൾ ചെറിയൊരു വലുപ്പത്തിലാണ് മടക്കിയെടുത്തുള്ളത്. ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് ഇതിൽ ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരുന്നില്ല. 2 ഭാഗത്തൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. 2 ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു കമ്പി ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. അതായത് ആ ഒരു വലിയ കമ്പി ഇതിലൂടെ ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കുക. ഇനി നമ്മൾ ആ ഒരു ചെറിയ കമ്പി അത് എങ്ങനെയാണ് മടക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് ആ ഒരു ഹോളിന് കറക്റ്റായിട്ട് അതിൻ്റെ മുൻവശത്ത് കറക്റ്റായിട്ട് ഒപ്പം നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അക്കത്തിന് നീളം. അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ നീളവും കാര്യങ്ങളും മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ ഭാഗത്ത് കൂടി കടന്നു വന്ന ആ ഒരു കമ്പി ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് ആ ഒരു ഷേപ്പിൽ മടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കമ്പിയുടെ മുൻഭാഗം ഉണ്ടല്ലോ, ആ ഒരു മുൻഭാഗം നമ്മൾ ട്രിഗറിൻ്റെ താഴെയായിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഹോളിലൂടെ
ഒന്ന് ഒരു കെട്ടമ്പി എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക. കെട്ടമ്പിയാണ് നല്ലത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഒന്ന് പെട്ടെന്നൊന്ന് പൊട്ടുക അല്ലെങ്കിൽ അതിൽ തങ്ങിയ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് കെട്ടമ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക. ഓക്കെ, നമ്മൾ ആ ഒരു ഹോളിലൂടെ കെട്ടമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോള് ഇടയ്ക്ക് പറയേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ ഓട്ടാന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും വിഷയമാക്കേണ്ട, നമ്മൾ പെട്ടെന്ന് പറയുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഹോളിലൂടെ കമ്പിയൊക്കെ ഇട്ടിട്ട് ഇനി വലിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കുക, അതായത് മേലെ ഭാഗത്തേക്ക് നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മേലെ ഭാഗത്ത് നിന്ന് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് മുകൾ ഭാഗത്ത് നിന്ന് ഇടാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ താഴത്ത് നിന്ന് ഇടുക. എന്നിട്ട് നമ്മൾ മേലേക്ക് എടുത്താലും മതി. ഇനി നമ്മൾ ആ ഒരു കമ്പിയുമായിട്ടാണ് കൂട്ടി കെട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എത്രത്തോളം ടൈറ്റാക്കി ചെയ്യാൻ പറ്റും അത്രത്തോളം ടൈറ്റ് ആക്കണം, മിനിമം ടൈറ്റാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളത് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ പാർട്സാണ് ഇപ്പോൾ നമ്മൾ പണി കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ട്രിഗർ വലിക്കുമ്പോൾ, ഇപ്പോൾ ആ ഒരു മുകളിൽ നമ്മൾ കെട്ടിക്കൊടുത്താണല്ലോ, ട്രിഗർ വലിക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു കമ്പി താവുന്നത് നിങ്ങൾക്ക് കാണാം. അതായത് ആ ട്രിഗറിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ കമ്പി കെട്ടി വെച്ചുള്ളത്. അപ്പോൾ ആ ഒരു ട്രിഗറിൻ്റെ ആ ഒരു ഭാഗം താഴത്തേക്ക് വരും നമ്മൾ ട്രിഗർ വലിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു സംഭവം താഴത്തേക്ക് വരും, അതായത് ആ ഒരു കമ്പിയുടെ ആ ഭാഗം താഴത്തേക്ക് വരും. ഇനി നമ്മൾ ഈ ട്രിഗർ ഓട്ടോമാറ്റിക്കായി ലോഡ് ചെയ്യുന്നൊരു സംഭവം സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും വഴി നമ്മൾ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ താഴത്തെ ഒരു കമ്പി വെച്ചിട്ടുണ്ടാവില്ല, ഈ ഒരു കമ്പിയുടെ ബാക്കി, അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് കയറ് കെട്ടി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു കമ്പി ഇളകാതിരിക്കാനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ പൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൈപ്പിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ എടുക്കട്ടെ, നമുക്ക് കൂടുതൽ എടുത്താൽ കുഴപ്പമൊന്നുമില്ല, കുറക്കാതിരിക്കുക. മിനിമം 25 സെൻറ്റിമീറ്റർ എങ്കിലും എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു മിനിമം 25 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇതാ ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിൽ ഭാഗത്ത് നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗം വെക്കുക. ഇപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒരു കയർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഒട്ടിച്ചൊക്കെ ചെയ്തെടുക്കുക. നമുക്ക് കയർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് കയറൊക്കെ വെച്ചിട്ട് ചുറ്റി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം പണിയൊക്കെ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ട്രിഗർ, ഞാൻ ഇടയ്ക്ക് നമ്മളെ വീഡിയോയിൽ നിന്നും ശ്രദ്ധ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഒന്നും പറയാൻ കിട്ടാത്ത. നമ്മളിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വിഷയമാക്കണ്ട കേട്ടോ, നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രിഗറിന് റീലോഡ് ചെയ്യുന്നത്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് റീലോഡ് ചെയ്യുന്നതിനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ട്രിഗറിൻ്റെ കുറച്ച് മുന്നിലായിട്ട്. എന്നിട്ട് അതിലൂടെ ഒരു സ്ക്രൂ നമ്മൾ കടന്നു പോകാൻ പാകത്തിന് മാത്രമാണ് ഇട്ടുള്ളത്. ഓക്കെ, ആ ഒരു സ്ക്രൂ കടത്തി വെച്ചിട്ടുണ്ട്, അതായത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി. അതായത് നമ്മുടെ ട്രിഗറിൻ്റെ അവിടെ ജസ്റ്റ് നമ്മളൊരു ഹോൾ പോലെ ജസ്റ്റ് സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു കൊത പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റബ്ബർ ബാൻഡ് അവിടെ കുടുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ആ റബ്ബർ ബാൻഡ് മാക്സിമം പിരിച്ചിട്ടൊക്കെ എത്രത്തോളം ടൈറ്റായി നിൽക്കാൻ പറ്റും അത്രത്തോളം ടൈറ്റ് ആക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആ ഒരു സംഭവം ട്രിഗർ ഓട്ടോമാറ്റിക്കായിട്ട് റീലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ ഒരു സംഭവം നമ്മളെ ട്രിഗറിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ട്രിഗറിൻ്റെ പണി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗണ്ണിൻ്റെ ഭൂരിഭാഗം പണി കഴിഞ്ഞു. ഇനി നമ്മളെ ഇത് വലിച്ചു വെക്കല, അതായത് റബ്ബർ ബാൻഡാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്യൂബോ സൈക്കിളിൻ്റെ ട്യൂബോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന നല്ല വലിയുന്നത്. അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് ഇതുപോലെ 2 റബ്ബർ ബാൻഡ് കൂട്ടിയിട്ട് ഒരു പിടിയിൽ, അതായത് ഒരു കൂട്ടത്തിൽ 2 വെച്ചിട്ട് അങ്ങനെ 2 കൂട്ടങ്ങൾ കൂട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ കൂട്ടിയിട്ട് പോവുക. അങ്ങനെ ഏകദേശം നമ്മളൊരു 9 എണ്ണം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് 2 റബ്ബറാണ് നമ്മൾ ഒരു കെട്ടിൽ ഇതിലുള്ളത്. അങ്ങനെ 9 നിരയായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 18 റബ്ബറാണ് ഒരു ഇതിന് വേണ്ടത്. അങ്ങനെ നമ്മൾ 2 ചെയ്തിട്ടുണ്ട്. 2 വേറെ കളറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ ഒന്നുമല്ല, നമുക്കൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 വേറെ കളർ യൂസ് ചെയ്തിട്ടുള്ള. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. ഇനി നമ്മൾ ജസ്റ്റ് ആ റബ്ബർ ബാൻഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അതിൽ വെക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ, അതായത് നമ്മൾ ഗണ്ണിൻ്റെ ഏറ്റവും മുന്നിൽ 2 എത്രത്തോളം നമുക്ക് വലിഞ്ഞ് നിൽക്കും നോക്കിയിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഹോൾ ഇടുന്നത് നമ്മൾ ആ റബ്ബർ ബാൻഡ് മുറിഞ്ഞ് നിൽക്കാൻ 2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അപ്പുറത്തും കാണാം. ഇനി നമ്മൾ അതിലൂടെ എന്താണ് കാട്ടേണ്ടത് വെച്ചാൽ ജസ്റ്റ് 2 സ്ക്രൂ കടത്തി വെക്കുക. അപ്പോൾ ചെറിയൊരു സ്ക്രൂ ആയാലും മതി. അപ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ജസ്റ്റ് 2 സ്ക്രൂ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും. അപ്പോൾ ഞാനിവിടെ ഹോളൊക്കെ ഇട്ടുള്ളത് ഡ്രില്ലറൊന്നും വേണ്ടിയിട്ട് നമ്മൾ പപ്പടക്കോലൊക്കെ ചൂടാക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റബ്ബർ ബാൻഡ് സെറ്റാക്കി കൊടുക്കാം. അതായത് നമുക്ക് റബ്ബർ ബാൻഡ് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ 2 റബ്ബർ ബാൻഡിൻ്റെ കൂട്ടെടുത്തിട്ടുണ്ടല്ലോ. ഇനി അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ റിങ് വേണം. അപ്പോൾ ഈ റിങ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കീ ചെയിൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു കീ ചെയിൻ്റെ റിങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും റിങ് എടുത്താൽ മതി. ഇനി അതിലൂടെ നമ്മളെ ഈ ഒരു ഇതിൻ്റെ ഉണ്ടല്ലോ റബ്ബറിൻ്റെ ഒരു വശം അതിലൂടെ ജസ്റ്റ് ഒന്ന് കടത്തിട്ട് കൊടുക്കുക.
ഇപ്പോൾ ഞാൻ പറയണൊക്കെ മനസ്സിലാവുന്നുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സംശയങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അതായത് 2 മടങ്ങായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിന് വലിഞ്ഞ് നിൽക്കാൻ, അതുപോലെ തന്നെ ഒന്ന് കട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ റബ്ബറിൻ്റെ ആ ഒരു കൂട്ടം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റബ്ബറിൻ്റെ കൂട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റബ്ബറിൻ്റെ, അതായത് നമ്മൾ 2 തലയും കൂട്ടിയല്ലോ. അപ്പോൾ അങ്ങനെ 2 മടങ്ങാകുമ്പോൾ 2 തലയും കൂടുതലും. അപ്പോൾ ആ 2 തലയും നമ്മൾ ഒരു റബ്ബറിൻ്റെ 2 തലയും ഒരു ഭാഗത്ത്, ഒരു റബ്ബറിൻ്റെ 2 തലയും മറ്റൊരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അതായത് ആ ഒരു മുന്നിൽ നമ്മൾ 2 സ്ക്രൂ ഇട്ടല്ലോ, അപ്പോൾ അതിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അവിടുന്ന് ഇളകി പോരുന്നുണ്ടാവും, സാധാരണയായിട്ട് എല്ലായിടത്തും പോരും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കയറോ അല്ലെങ്കിൽ ഇതുപോലത്തെ റബ്ബർ ബാൻഡൊക്കെ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് അവിടെ ഒന്ന് പിൻ ചെയ്തൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് സെറ്റായി നിൽക്കും. ഞാൻ അതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഇത് കുറച്ച്, അതായത് സൈസ് കുറച്ച് വർദ്ധിക്കും, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്ത കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ ഇതെങ്ങനെയാണ് ലോഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ആ റിങ് ഉണ്ടല്ലോ, അപ്പോൾ ആ റിങ്ങിലാണ് നമ്മളെ കളി ഇട്ടത് ഇനി എടുത്തത്. അപ്പോൾ ഇനി ആ റിങ് നമ്മൾ വലിക്കണം. അപ്പോൾ ഇങ്ങനെ വലിച്ചിട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ടാവട്ടെ നമ്മൾ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റിങ് വലിച്ചിട്ട് നമ്മൾ ആ ഒരു കമ്പി ഉണ്ടല്ലോ, ഇതാണ് നമ്മളിതിൻ്റെ മുഴുവൻ പണി ഇപ്പോൾ കഴിഞ്ഞിട്ടോ. നമ്മുടെ ഗണ്ണിൻ്റെ മുഴുവൻ പണിയും കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇതുപോലെ വലിച്ചിട്ട് നമ്മൾ ആ ഒരു കമ്പി അവിടെ പൊങ്ങി നിൽക്കണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് പണിയെന്ന് വെച്ചാൽ, അതായത് ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞാൽ താഴെ അതൊന്ന് വലിച്ചുമ്പോൾ, അതായത് നമ്മുടെ ട്രിഗർ വലിക്കുമ്പോൾ ആ ഒരു സംഭവം അടിപൊളിയായിട്ട് പോരും. അതായത് അത് താവുമ്പോൾ ഇതങ്ങോട്ട് പോകും. അങ്ങനെയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അമ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളെ കവുങ്ങ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു കവുങ്ങ് അടക്കം ഉണ്ടാവുന്ന സാധനം, അപ്പോൾ ഈ ഒരു കവുങ്ങിൻ്റെ ഒരു ചെറിയ കൊമ്പെടുത്തിട്ട് അതൊന്ന് ചെത്തിക്കൂർപ്പിച്ച് വെച്ചാണ്. അല്ലാന്നുണ്ടെങ്കിൽ കവുങ്ങോ അല്ലെങ്കിൽ നമ്മുടെ മുള എടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതാണ് കാണിക്കുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. അതായത് ഇതിന് മുമ്പ് നമുക്ക് ബെൽഡ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാണ് യൂസ് ചെയ്തുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. ഇനി നമ്മൾ മീനൊക്കെ പിടിക്കാൻ പോകുമ്പോൾ ഒരിക്കലും ഇതുകൊണ്ട് പോകരുത്. ചിലപ്പോഴേ കിട്ടുള്ളൂ. ഇതിൻ്റെ കൂർപ്പ് നമ്മൾ അത്യാവശ്യം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ മീനൊക്കെ പിടിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുകൊണ്ട് പോകാതിരിക്കുക. അതിനായിട്ട് നമ്മളൊരു പാർട്ട് 2 ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ പാർട്ട് 2 വരുന്നുണ്ട്. അതിൽ നമ്മൾ ഓക്കെ, അതിന് മുമ്പ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ തോക്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ ഞാൻ ഇവിടെ T ജോയിൻ്റാണ് കൊടുത്തുള്ളത്. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ T ജോയിൻറ്റിലൂടെ നോക്കുമ്പോൾ നമുക്ക് മുന്നിൽ നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്, അതായത് എവിടെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ചെറുതായിട്ടും കാണാം. അപ്പോൾ ശരിക്കൊന്നും കാണില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ T ജോയിൻറ്റ് വെച്ചത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. പിന്നെ നമ്മുടെ ഇതിൻ്റെ അമ്പുണ്ടാക്കുന്നൊരു സംഭവം നമ്മൾ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ജസ്റ്റ് ഇതുപോലത്തെ ഒരു അമ്പാണ് ഉണ്ടാക്കി വെച്ചുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ വീഡിയോയിൽ ആ ഒരു അമ്പിൻ്റെ വീഡിയോ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് സൈസ് വർദ്ധിക്കും, അതായത് നമ്മുടെ ലെങ്ത്ത് വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഇതിൻ്റെ ഒരു കറക്റ്റ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടില്ല. അപ്പോൾ ആ ഒരു അമ്പിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ പാർട്ട് 2 ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അധികമായിട്ട് ഇത് ചെയ്തില്ല എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തന്നു ഈ ഒരു സംഭവം. അതായത് തന്നെ ഈ ഒരു പിടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ ഇതിന്മേ പെയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും അടിച്ചാൽ മതി. അപ്പോൾ ഞാൻ പെയിൻറ്റ് അടിച്ചിട്ടുള്ള കാരണം, അതായത് നമ്മുടെ ടാപ്പ് ഉണ്ടല്ലോ, ഇൻസ്റ്റലേഷൻ ടാപ്പ്, അതപ്പോൾ ഒരു ബ്ലാക്ക് ഒരു 10-20 രൂപയ്ക്ക് 2 വാങ്ങി ആണ് ചുറ്റി കൊടുത്താൽ മതി. സംഭവം സെറ്റാണ്. നമുക്ക് വേറെ പണിയൊന്നും വരുന്നില്ല, ചിലവൊന്നും വരുന്നില്ല. അതായത് ഇൻസ്റ്റലേഷൻ ടാപ്പ് എടുക്കുക, ചുറ്റുക. അപ്പോൾ ഒരു ചെറിയ ഭാഗങ്ങളും വിടാതെ തന്നെ മുഴുവനായിട്ട് ചുറ്റിയെടുത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ലുക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിടുത്തവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഓൺ ഐഡിയ വെച്ചിട്ട് നമ്മൾ ചെയ്യുക. അതൊക്കെ നമ്മൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുള്ളത് നോക്കാം. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ചിലർക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ റിങ്, അതായത് ഇപ്പോൾ റിങ് ഞാൻ ജസ്റ്റ് ഈ ഒരു ഇൻസ്റ്റലേഷൻ ടാപ്പൊക്കെ എടുത്തൊന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ആ റിങ് ഇതാക്കണം, വലിച്ചിട്ട് ഇതുപോലെ വലിക്കുക. എന്നിട്ട് ഇവിടെ കാണുന്ന ഈ ഇതുണ്ടല്ലോ, അതായത് നമ്മളിവിടെ ജസ്റ്റ് ഒരു സംഭവം ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു കമ്പി ഉണ്ടല്ലോ, ആ വളച്ച് വെച്ച കമ്പി. അപ്പോൾ ആ ഒരു കമ്പിയിൽ ഇട്ട് വെക്കുക. അപ്പോൾ അത് വലിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത പണിയെന്ന് പറയുന്നത് നമ്മുടെ അമ്പ്. അപ്പോൾ അമ്പ് നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് ഇറക്കി കൊടുക്കുക.
അതുകൊണ്ട് ജസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് കയറ്റി കൊടുക്കുക, അതായത് ആ റബ്ബറിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കണം ജസ്റ്റ് നമ്മളെ ഇപ്പോൾ ഇതുപോലെ നിൽക്കണം കേട്ടോ, എല്ലാവരും കാണുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഇപ്പോൾ ട്രിഗർ വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം താവുക, അതായത് ഈ ഒരു ട്രിഗർ വലിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഈ കമ്പി താവുകയും ഇത് ഇവിടെ നിന്ന് പോരുമ്പോൾ ഇത് അതിൻ്റെ ഷോട്ടിൽ അടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ഒന്ന് വിട്ട് കൊടുക്കാൻ. ഓക്കെ, എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വലിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ലഭിക്കും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഒന്നും പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അഥവാ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇത് നല്ല വീഡിയോസുമായി നമ്മൾ വീണ്ടും വരും. അപ്പോൾ പുതിയൊരു ദിവസം പുതിയൊരു കണ്ടന്റുമായി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോട് കൂടി ഇറ്റ്സ് മീ സിനാൻ കിയാറ്റു സൈനിങ് ഔട്ട്. കിട്ടിയോ?